എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള ആശ കേന്ദ്ര സർക്കാർ ഒരു 10 രൂപ വർദ്ധിപ്പിക്കാത്ത സന്ദർഭത്തിൽ എന്തുകൊണ്ട് രാജ്ഭവന്റെ മുൻപിലേക്ക് അവരുടെ സമരം പോകുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിലേക്ക് അവരുടെ സമരം പോകുന്നില്ല? എന്തിനാണ് 6000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെ അവർ സമരം ചെയ്യുന്നത്? ഇതിന് യുക്തി മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ഞങ്ങൾ ആശയായിട്ട് അവരാണ് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെ, ജീവിത അവസാനം വരെയും ഞങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പേടിയില്ല. ഞങ്ങൾ 18 വർഷം കൊണ്ട് രാപ്പകൽ പണിയെടുക്കുന്നവരാണ്. കോവിഡ് സമയത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാ സേവനവും ചെയ്ത് നമുക്ക് അതിൻ്റെ ഇതോടെ നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് വന്നാലും നമുക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് എടുക്കുന്നത് വരെ നമ്മളിത് പോരാടും. ഒരിക്കലും ഞങ്ങൾക്ക് പേടിയില്ല. വിജയം വരെ സമരം ചെയ്യും ഞങ്ങൾ. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള ആശ കേന്ദ്ര സർക്കാർ ഒരു 10 രൂപ വർദ്ധിപ്പിക്കാത്ത സന്ദർഭത്തിൽ എന്തുകൊണ്ട് രാജ്ഭവന്റെ മുൻപിലേക്ക് അവരുടെ സമരം പോകുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിലേക്ക് അവരുടെ സമരം പോകുന്നില്ല? എന്തിനാണ് 6000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെ അവർ സമരം ചെയ്യുന്നത്? ഇതിന് യുക്തി മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ഉത്തരവ് ഞങ്ങൾക്ക് പേടിക്കുന്നില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ഞങ്ങൾ ആശയായിട്ട് അവരാണ് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെ, ജീവിത അവസാനം വരെയും ഞങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പേടിയില്ല. ഞങ്ങൾ 18 വർഷം കൊണ്ട് രാപ്പകൽ പണിയെടുക്കുന്നവരാണ്. കോവിഡ് സമയത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാ സേവനവും ചെയ്ത് നമുക്ക് അതിൻ്റെ ഇതോടെ നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് വന്നാലും നമുക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് എടുക്കുന്നത് വരെ നമ്മളിത് പോരാടും. ഒരിക്കലും ഞങ്ങൾക്ക് പേടിയില്ല. വിജയം വരെ സമരം ചെയ്യും. പക്ഷേ ഏത് സമരത്തെയും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ തെറ്റായ വഴിയിലേക്ക് അതിനെ നീക്കി ഈ ആശാവർക്കർമാരെ ഇവിടെ തെരുവിൽ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള ആശ കേന്ദ്ര സർക്കാർ ഒരു 10 രൂപ വർദ്ധിപ്പിക്കാത്ത സന്ദർഭത്തിൽ എന്തുകൊണ്ട് രാജ്ഭവന്റെ മുൻപിലേക്ക് അവരുടെ സമരം പോകുന്നില്ല? ഒരിക്കലും ഞങ്ങൾക്ക് പേടിയില്ല. വിജയം വരെ സമരം ചെയ്യും ഞങ്ങൾ.